വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ്ജെൻഡർ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുക. ട്രാൻസ് വിമൻ ആയതിനാൽ വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് അരുണിമ. ഇനി ധൈര്യമായി തന്നെ പ്രചരണം തുടങ്ങാമല്ലേ? ആര്യ, തീർച്ചയായും എല്ലാവിധത്തിലുള്ള ആശങ്കകളും അനിശ്ചിതത്വവും നീങ്ങിയിരിക്കുകയാണ് അരുണിമയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ നിന്നും UDF അവതരിപ്പിച്ച ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായിരുന്നു അരുണിമ. അരുണിമയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ട്രാൻസ് വുമൺ ആയതുകൊണ്ട് വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള ചില പ്രചരണങ്ങൾ പല ദിക്കുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ആ പ്രചരണങ്ങളെല്ലാം വെറുതെ ആയിരിക്കുന്നു, വൃഥാവിലായിരിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും അരുണിമയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടില്ല. അരുണിമയുടെ വോട്ടർ ID ഉൾപ്പെടെ എല്ലാ രേഖകളിലും അരുണിമ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലോ അനുസരിച്ചും ഒരു തരത്തിലുള്ള തടസ്സവും അരുണിമയുടെ മത്സരത്തിന് ഇല്ല. അരുണിമയ്ക്ക് വനിതാ സംവരണ സീറ്റിൽ തന്നെ മത്സരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അമേയുടെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിൽ അതിനോട് ചേർത്തായിരുന്നു അരുണിമയുടെ സ്ഥാനാർത്ഥിത്വത്തിലും ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം നടന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ അരുണിമ എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല എന്ന്. എന്തായാലും നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് ഒരു തടസ്സവുമില്ലാതെ ആലപ്പുഴയിൽ വയലാർ ഡിവിഷനിൽ നിന്നും അരുണിമ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയാണ്. UDFൽ അരുണിമയിലൂടെ വലിയൊരു വിജയം കൊയ്യാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. എന്തായാലും ഇനി സമാധാനമായി, സ്വസ്ഥമായി, ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണത്തിനിറങ്ങുമെന്ന് അരുണിമ അറിയിച്ചിട്ടുമുണ്ട്. ഒരു തരത്തിലുള്ള എതിർപ്പുകളും അരുണിമയുടെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. അങ്ങനെ ഇനിയിപ്പോൾ വയലാർ ഡിവിഷനിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി, ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായി അരുണിമ മത്സര രംഗത്തുണ്ടാവും, പ്രചരണ രംഗത്തുണ്ടാകും. ആര്യ, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ ഇനി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ് അരുണിമയുടെ തീരുമാനം. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.